ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേക്കറി ബിസിനസ്സുകളെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന, ഏതൊരു ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്ന ബിസിനസ്സുകളിലൊന്നാണ് ബേക്കറി ബിസിനസ്. പല ബേക്കറികളും ആക്ച്വലി സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അഥവാ ബോർമ അടക്കമുള്ള ആളുകളാണ്. ചില ആളുകൾ ഒരു ട്രേഡിംഗ് ആസ്പെക്റ്റിൽ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ബേക്കറികളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ബേക്കറികളാണ് കാണാൻ പറ്റുക. ട്രഡീഷണൽ ആയിട്ടുള്ള ബേക്കറികളുണ്ട്, അല്ലാതെ പുതിയ രീതിയിൽ കോണ്ടംപററി ആയിട്ട് കേക്ക്സും പേസ്ട്രീസും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ബേക്കറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബേക്കറി ബിസിനസ് ഏറ്റവും ലാഭകരമായി നടത്താൻ പോവുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയും ടേസ്റ്റും കൺസിസ്റ്റൻസിയുമാണ്. വളരെ പ്രധാനമാണ്. പലപ്പോഴും ഒരു ഫുഡ് സെഗ്മെന്റിലേക്ക് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു സാധനം വളരെ അകലെയുള്ള ഒരു സ്ഥലത്ത് ആണെങ്കിൽ കൂടി ഒരുപക്ഷെ നമ്മൾ അവിടേക്ക് പോവുകയും എക്സ്പ്ലോർ ചെയ്യുകയും അത് ടേസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നല്ല ടേസ്റ്റ് കൺസിസ്റ്റൻസിയോടുകൂടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അത് കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിനൊരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെക്കാനിസവും മോണിറ്ററിങ്ങും എല്ലാം ഇതിനുണ്ടാവുകയും വേണം. ക്വാളിറ്റിയുടെ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബേക്കറി ബ്രാൻഡുകളെല്ലാം നല്ല ക്വാളിറ്റിയിൽ സാധനം കൊടുക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും പുതിയ കസ്റ്റമേഴ്സൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ആളുകളാണ്. അവിടെ പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടർ പലപ്പോഴും വലിയ ഒരു സംഭവം അല്ലാതെ വരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ മേടിക്കും, അതിനകത്ത് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കും, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അവർ മേടിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും കസ്റ്റമർ എക്സ്പീരിയൻസുമാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. എങ്ങനെയാണ് ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക? ബ്രാൻഡ് എന്ന് പറയുന്നത് തന്നെ കൺസിസ്റ്റൻസിയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. കൃത്യമായിട്ടുള്ള ഒരു കളർ തീം ആവട്ടെ, കൃത്യമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആവട്ടെ, ലോഗോ ആവട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം സൈൻ ബോർഡിൽ മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന കവറിലാവട്ടെ, പാക്കേജിങ്ങിലാവട്ടെ, ഇതിലെല്ലാം കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ബ്രാൻഡുകൾ ഉണ്ടാകുന്നത് മറ്റൊരു രീതിയിൽ കൂടിയാണ്. പ്രൊഡക്റ്റുകളെല്ലാം ഈ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ലൊരു കട്ട്ലേറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കട്ട്ലേറ്റ് നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആകുമ്പോൾ, നമ്മളൊരു എഗ് പഫ്സ് നമ്മളുടെ മാത്രം യുണീക്ക് ആയിട്ടുള്ള ഒരു എഗ് പഫ്സ് ആകുമ്പോൾ അത് വളരെ യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ബ്രാൻഡുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഒപ്പം തന്നെ നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുക. നമ്മുടെ ഷോപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു അരോമ ഫീൽ ചെയ്യണം. പലപ്പോഴും സ്റ്റാർബക്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്ലുണ്ട്, ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, കോഫിയുടെ ഒരു അരോമയുണ്ട്. അത്തരത്തിൽ ഒരു ഫീല് നമുക്ക് നമ്മളുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഒപ്പം തന്നെ വരുമ്പോൾ തന്നെ അവരെ നല്ല രീതിയിൽ മൈൻഡ് ചെയ്ത് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ലൊക്കേഷനും വിസിബിലിറ്റിയും തന്നെയാണ്. നല്ല ലൊക്കേഷനിൽ നമ്മളുടെ ബേക്കറി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല വിസിബിലിറ്റി അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പലപ്പോഴും നല്ല ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരണമെങ്കിൽ, കസ്റ്റമേഴ്സ് വരണമെങ്കിൽ നല്ല ഒരു വിസിബിലിറ്റി കിട്ടുകയും നല്ല ഒരു പാർക്കിംഗ് ഒക്കെ ലഭിക്കുകയും വേണം. അല്ലെങ്കിൽ നല്ല ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ല തരത്തിലുള്ളൊരു വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ പോയിന്റ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ആണ്. പല ആൾക്കാരും തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാട്, ഒരു ക്യാച്ച്മെൻറ്റ്, ആ ക്യാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ക്യാച്ച്മെൻറ്റിനകത്ത് കമ്പാരിറ്റീവ്ലി എല്ലാ വീടുകളിലേക്കും നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് എത്തുന്ന തരത്തിൽ, നമ്മുടെ മാർക്കറ്റിംഗ് എത്തുന്ന തരത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ, കൂടുതൽ ആളുകൾക്ക് ഈ ഒരു അവയർനെസ് കൊടുക്കുമ്പോഴാണ് ഇതിന് വ്യക്തത ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മാത്രമല്ല, പറ്റുകയാണെങ്കിൽ ഒരു സാമ്പിളിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു പുതിയ കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കേക്കിന് ഒരു ചെറിയ സാമ്പിളിംഗ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ഒരു തവണയെങ്കിലും നമ്മളുടെ ബേക്കറി ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ചും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ക്യാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാച്ച്മെൻറ്റിലേക്ക് മാക്സിമം ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അവസാനം കോസ്റ്റ് ഫാക്ടറാണ്. പലപ്പോഴും ഫുഡ് കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പല ആൾക്കാരും ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഫുഡ് കോസ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പലപ്പോഴും വലിയ അടി പറ്റാറുണ്ട്. കാരണം നല്ല സാധനങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താതെ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ബേക്കറി ബിസിനസ്സുകൾ ഏതാണ്ടൊക്കെ നമുക്ക് പ്രോഫിറ്റബിളായി നടത്താം എന്നുള്ളത് ഉറപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്.